നമസ്കാരം. PV അൻവർ കോൺഗ്രസിലേക്ക് മാറുന്നതിനു വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുകയും KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്റെ പഴയ പാർട്ടിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് PV അൻവർ. KPCC അധ്യക്ഷൻ K സുധാകരന്റെ പിന്തുണയോടെയാണ് അൻവറിന്റെ നീക്കം. ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വവുമായി അൻവർ ചർച്ച നടത്തി. KC വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മലപ്പുറത്തെ മുതിർന്ന നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മറ്റു ചില നേതാക്കളുടെയും നിലപാട് നിർണായകമാകും. അൻവറിനെ UDF-ൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് അനുകൂല സമീപനം അല്ല സ്വീകരിച്ചത്. എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. K സുധാകരനുമായി അൻവർ നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DMK തള്ളിയതോടെ അൻവർ തൃണമൂൽ കോൺഗ്രസുമായും SP-യുമായും ചർച്ച നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും UDF-നെ പിന്തുണയ്ക്കുകയായിരുന്നു. അൻവറിനെ DMK തള്ളിയതോടെ തൃണമൂൽ കോൺഗ്രസുമായും SP-യുമായും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരാൻ ശ്രമം നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും അൻവർ വിമർശനമുയർത്തിയതിനെ തുടർന്നാണ് LDF-ന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര MLA PV അൻവർ പുറത്തായത്. പിന്നാലെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടി രൂപീകരിച്ചു. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ശക്തി കാണിക്കാൻ ശ്രമിച്ചിരുന്നു. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും UDF-ന് പിന്തുണ നൽകുകയും ചെയ്തു. KPCC മുൻ സെക്രട്ടറി NK സുധീറിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത്. 4000-ഓളം വോട്ടുകളാണ് സുധീർ സ്വന്തമാക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉൾപ്പെടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലുകളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുൾപ്പെടെ നോട്ടീസ് അയക്കാൻ ആണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. താൻ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്ന് PV അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്ത്, കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവൃത്തികൾ പുറത്തു കൊണ്ടുവരാനാണ് ചോർത്തിയതെന്നായിരുന്നു MLA പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് സ്വകാര്യതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണ്. തന്റെ ഫോണും അൻവർ ചോർത്തിയെന്ന് സംശയമുണ്ടെന്നും ഹർജിക്കാരൻ പറഞ്ഞു. വൻ തുക മുടക്കി അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി സമ്മതിച്ചു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് നേരെയുള്ള തുറന്ന വെല്ലുവിളിയാണ്. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്ക് വിദഗ്ധ ഏജൻസികൾ വഴി അന്വേഷണം നടത്താൻ ബാധ്യതയുണ്ടെന്നും ഹർജിയിൽ പറയുന്നു.